ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലും ഓൺലൈനായി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നൽകുന്ന വലിയ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആരാധനയിലേക്ക് ഇവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ആരാധനയുടെ ആരംഭം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നീക്കി മാംസളമായൊരു ഹൃദയം തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും, എൻ്റെ ചട്ടങ്ങളിൽ നിങ്ങളെ നടക്കുമാറാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ പ്രഭാതത്തിലും അങ്ങേ ആരാധിക്കുവാൻ, അങ്ങയുടെ പരിശുദ്ധാലയത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ ഞങ്ങൾക്ക് ദൈവം ഒരുക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ഈ മാധ്യമത്തിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുകയും ഈ ആരാധനയിൽ പങ്കുചേരുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് ജീവനും അങ്ങേ അന്വേഷിക്കുന്നവർക്ക് ശക്തിയുമായുള്ളവയും, അങ്ങയിൽ നിന്ന് അകലുന്നത് വീഴ്ചയും അങ്ങയോട് അടുക്കുന്നത് ഉയർച്ചയും, അങ്ങയിൽ വിശ്വസിക്കുന്നത് നിത്യജീവനുമാണെന്ന് വിശ്വസിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. അങ്ങയോട് അടുത്തു വരുവാനും അങ്ങയെ ആരാധിപ്പാനും ഈ പ്രഭാതം ദൈവം ഞങ്ങൾക്ക് ഒരുക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ആരാധനയെ സ്വീകരിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം കൂടാതെ ഏതൊരു കാര്യവും ഞങ്ങൾക്ക് ഉചിതമായി ചെയ്യുവാൻ കഴിയില്ലല്ലപ്പ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ക്രിസ്തു മുഖാന്തരം വിനയത്തോടെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുമ്പോൾ കൃപയോട് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 70-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം.
സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആരാധനക്രമം 7-ാം പുറം 5-ാം ഭാഗം. ദൈവം ആത്മാവാകുന്നു, അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം വെളിച്ചമാകുന്നു, അവിടുന്ന് വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ദൈവം സ്നേഹമാകുന്നു, സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവിടുത്തെ പുത്രനിൽ ഉണ്ട്. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നുവെന്ന് ദൈവം തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാട്ടക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നാം ദൈവത്തിൽ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവിടുന്ന് സത്യദൈവവും നിത്യജീവനും ആകുന്നു. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറക്കാതെ താഴ്മയും അനുതാപവും അനുസരണവുമുള്ള ഹൃദയത്തോടെ ഏറ്റുപറവാൻ ദൈവജനം നമ്മെ പ്രേരിപ്പിക്കുന്നു. ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. മുട്ടുമടക്കി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവ ചിന്തകളും അത്യുന്നതനായ ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഈ മാസത്തിന്റെ ആരംഭം മുതൽ ഈ അവസാന ദിവസം വരെയും ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തി. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ പലവിധമായ കുറവുകൾ വന്നുപോയി. കർത്താവെ, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് അനുതാപത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ചിന്തകളിൽ, പ്രവൃത്തിയിൽ, ജീവിത സാഹചര്യങ്ങളിൽ വന്നുപോയ എല്ലാ കുറവുകളെയും ദൈവസന്നിധിയിൽ ഉണർന്ന് അനുദപിക്കാം. രഹസ്യമായും പരസ്യമായും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും കർത്താവെ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് വിനയത്തോട് ദൈവത്തോട് പറയാം. ലംഘനങ്ങൾ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും.
നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് സകലനീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നിന്റെ പാപം രക്താംബരം പോലെ കടിച്ചു വെപ്പായാൽ അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ ക്രൂശിന്റെ രക്തമതിയായാണ്. യേശുവേ, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ, അവിടുത്തെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. നിർമ്മലമായ ഹൃദയം എനിക്ക് നൽകണമേ. സ്ഥിരമായ ആത്മാവിനെ പുതുക്കണമേ. വിനയത്തോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 51-ാം സങ്കീർത്തനം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ആരാധനക്രമം 11-ാം പുറം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപമേക്ക് എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിലിരിക്കുന്നു. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്ത് അങ്ങേക്ക് അനിഷ്ടമുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ അങ്ങ് നീതിമാനായി, വിധിക്കുമ്പോൾ നിർമ്മലനായി ഇരിക്കേണ്ടതിന് തന്നെ ഇതാ ഞാൻ അകൃത്യത്തിൽ ഒരുവായി. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ വെച്ചിരിക്കുന്നത്. അന്തരംഗത്തിൽ എന്ന് ഞാൻ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവാനെന്ന് എന്നെ കേൾക്കുമാറാക്കണമേ. അങ്ങോട്ട് അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങൾ കാണാതെ വണ്ണം അങ്ങയുടെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയങ്ങൾ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ പുതുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിന്നും എടുക്കുകയും അരുതേ. അവിടുത്തെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ. അവിടെ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല. നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ നല്ല ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടെ നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു. നിന്റെ പാപങ്ങൾ ഇനി ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. ദൈവം നൽകിയ നന്മകളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന് നമുക്ക് സ്തോത്രം കരയേറ്റാം. ആരാധനക്രമം 17-ാം പുറം. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുന്ന് കൃപയാൽ നൽകിയിട്ടുള്ള സകല ദാനങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടിയും ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിന് വേണ്ടിയും അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ നന്മകൾക്കായും ദിവ്യമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ പ്രപഞ്ചം, പകൽ രാത്രി, വേനൽ മഴ, വിതാ കൊയ്ത്ത് സസ്യാദികൾ എന്നിവയ്ക്ക് വേണ്ടിയും സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബ സംബന്ധമായ എല്ലാ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതന്മാർക്കായും സാമൂഹ്യ ജീവിതത്തിലെ നിർമ്മല സന്തോഷം, സ്നേഹം, സഹതാപം എന്നിവയ്ക്കായും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, ശാസ്ത്രം, കല, സംസ്കാരം എന്നിവയ്ക്കായി സാമൂഹ്യ നീതിക്കും മർദ്ദിതരുടെ വിമോചനത്തിനും അവശരുടെ ഉദ്ധാരണത്തിനു വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ, സാമൂഹിക പ്രവർത്തകർ, നിയമനിർമ്മാതാക്കൾ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായി ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി
അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായി, പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിനായും സഭയിലെ വിവിധ ശുശ്രൂഷകൾക്കായും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭിച്ച നല്ല സന്ദർഭങ്ങൾക്ക് വേണ്ടിയും കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ആചാരങ്ങൾ കൊണ്ട് അങ്ങയെ സ്തുതിച്ചു. ഞങ്ങളെ തന്നെ അങ്ങേക്ക് പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നതിനും ജീവത്താൽ അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുമ്പാകെ പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 507 ഗീതം നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. 507 ഗീതം. സങ്കീർത്തനം പ്രതിവാക്യമായി ദൈവത്തെ മഹത്വപ്പെടുത്താം. സങ്കീർത്തനങ്ങളിൽ 29 1 മുതൽ തീർത്തുമുള്ള ഭാഗങ്ങൾ. ദൈവപുത്രന്മാരെ, യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ. യഹോവയ്ക്ക്
യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. പെരുവെള്ളത്തിന്മീത യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവ ലെബനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. അവൻ അവയെ കാളക്കുട്ടിയെ പോലെയും ലെബാനോനിലെ സീയോനെ കാട്ടുപോത്തിൻകുട്ടിയെ പോലെയും തുള്ളിക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലികളെ ചിന്തിക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അത് വനങ്ങളെ തോലിരിക്കുന്നു. അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വമെന്ന് ചൊല്ലുന്നു. യഹോവ ജലപ്രളയത്തിന്മീതെ ഇരുന്നു. യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എപ്പോഴും തന്നെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇന്നത്തേക്കുള്ള തിരുവചന പാഠഭാഗങ്ങൾ നമ്മെ വായിച്ചു കേൾപ്പിക്കും. വായിക്കുവാനായി നൽകപ്പെട്ട പഴയ നിയമ വേദഭാഗം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 24 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങൾ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇനിമേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിന് നിന്ന് അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിന്റെ വിളവും വർദ്ധിപ്പിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെയും നന്നല്ലാത്ത പ്രവൃത്തികളെയും ഓർത്ത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും മ്ലേച്ഛതകൾ നിമിത്തവും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. നിങ്ങളുടെ നിമിത്തമല്ല ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിരിക്കട്ടെ എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ നടപ്പ് നിമിത്തം ലജ്ജിച്ച് നാണിപ്പിൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുന്ന നാളിൽ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഞാൻ ആളെ പാർപ്പിക്കും. ശൂന്യസ്ഥലങ്ങളെയും പണിയും. വഴി പോകുന്ന ഏവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്നിരുന്ന പ്രദേശത്ത് കൃഷി നടക്കും. ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏദൻ തോട്ടം പോലെയായി തീർന്നുവല്ലോ. പാഴും ശൂന്യവുമായി ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളും ഉള്ളവയായി തീർന്നുവല്ലോ എന്ന് അവർ പറയും. ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങളെ യഹോവയായ ഞാൻ പണിതു ശൂന്യ പ്രദേശത്ത് നടുതല വച്ചുണ്ടാക്കി എന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അന്ന് അറിയും. യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങളെ യഹോവയായ ഞാൻ പണിതു ശൂന്യപ്രദേശത്ത് നടുതല വച്ചുണ്ടാക്കി എന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അന്നറിയും. യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. ഈ വായിച്ചയുടെ ദൈവവചനങ്ങൾ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തേക്ക് ആധാരമായിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 19-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അവർ യേശുവിനെ കൈയേറ്റു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ 2 ആളുകളെയും ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിൽ നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു. യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപം ആകയാൽ അനേകം യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിച്ചു. അത് എബ്രായ, റോമ, യവന ഭാഷകളിൽ എഴുതിയിരുന്നു. ആകയാൽ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ പീലാത്തോസിനോട്
യഹൂദന്മാരുടെ രാജാവ് എന്നല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് അവൻ പറഞ്ഞു. എന്നത്രേ എഴുതേണ്ടത് എന്ന് പറഞ്ഞു. അതിന് പീലാത്തോസ്, ഞാൻ എഴുതിയത് എഴുതി എന്ന് ഉത്തരം പറഞ്ഞു. അതിന് പീലാത്തോസ്, ഞാൻ എഴുതിയത് എഴുതി എന്ന് ഉത്തരം പറഞ്ഞു. ഈ വായിച്ചിട്ട് സുവിശേഷ വേദഭാഗങ്ങൾ ദൈവം നമ്മെ എല്ലാവരും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിശ്വാസം ദൈവസന്നിധിയിൽ നമുക്ക് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം, ആരാധനക്രമം 22. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടെ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ അവിടെ നിന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ദിനവും ഞങ്ങൾ അത്ഭുതകരമായി വഴി നടത്തുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, ഈ നിമിഷം വരെ ഞങ്ങൾ അതിശയകരമായി അന്ന് പരിപാലിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ഒരു വിശുദ്ധ ദിവസം കൂടെ ഞങ്ങൾക്ക് കാണുവാനും അങ്ങേ ആരാധിക്കുവാനും ദൈവമേ അവിടുന്ന് ഒരുക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഈ ആരാധനയുടെ ആരംഭം മുതൽ ഇതുവരെ അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരുന്നത് കൊണ്ട് സ്തോത്രം. വിവിധ മുഖാന്തരങ്ങളിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. അല്പസമയം അവിടുത്തെ വചനം ധ്യാനിക്കുവാൻ അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ വരുന്ന കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായ സ്വർഗീയ മന്ന അവിടെ നൽകണമേ. വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകുവാൻ, ഉപേക്ഷിക്കേണ്ടത് ഞങ്ങൾ ഉപേക്ഷിക്കുവാൻ, സ്വീകരിക്കേണ്ടതിനെ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പുതുക്കമുള്ളവരായി രൂപാന്തരത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. വചനം കേൾക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുവാൻ, മനം തകർന്നവർക്ക് ആശ്വാസം ഉണ്ടാകുവാൻ കൃപ നൽകണമേ. വചനം സംസാരിക്കുന്ന രീതി ഇത് കേൾക്കുന്ന എല്ലാ മക്കളും ഒരുപോലെ അനുഗ്രഹിക്കണം. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥിക്കുമ്പോൾ കൃപയോട് പ്രാർത്ഥന കേൾക്കണം. പ്രിയ പിതാവേ, ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലും മാധ്യമത്തിലൂടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഒരുക്കിയ വലിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആരാധനയിൽ പങ്കുചേരുന്ന നിങ്ങൾ എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദക്ഷിണേന്ത്യ സഭയായും ദക്ഷിണ കേരള മഹായിടവകയായും പെന്തക്കോസ് ഞായറായി ആചരിക്കുന്ന ദിവസമാണ്. പരിശുദ്ധാത്മാവ് ആദിമ സഭയിൽ പ്രത്യക്ഷപ്പെട്ട ദിവസത്തെയാണ് ഈ ദിവസം ഓർമ്മിക്കുന്നത്. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി നൽകിയിരിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവെ വന്ന് സകല സൃഷ്ടിയെയും രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ വന്ന് സകല സൃഷ്ടിയെയും രൂപാന്തരപ്പെടുത്തണമേ. കം ഹോളി സ്പിരിറ്റ്, ട്രാൻസ്ഫോം ദ ഹോൾ ക്രിയേഷൻ. ക്രിസ്തീയ ജീവിതത്തിൽ രൂപാന്തരത്തിന് വളരെ പ്രശസ്തതയും പ്രാധാന്യവുമുണ്ട്. നിരന്തരം രൂപാന്തരപ്പെടുക എന്നത് ജീവനുള്ളതിൻ്റെ എല്ലാം സജീവ സാന്നിധ്യമാണ് കാണിക്കുന്നത്. നാം പ്രകൃതിയിൽ നോക്കുമ്പോൾ ഓരോ സസ്യത്തിലും ഓരോ ദിവസവും ഓരോ പുതിയ തളിരുകൾ, പുതിയ ഇലകൾ പ്രത്യക്ഷപ്പെടുന്നു. ഓരോ തളിരും ആ സസ്യത്തിന്റെ രൂപാന്തരത്തെയാണ് കാണിക്കുന്നത്. ആ സസ്യത്തിന് ഓരോ ദിവസവും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു.
മനുഷ്യ ജീവിതവും അപ്രകാരമാണ്. ഓരോ ദിവസവും മനുഷ്യന്റെ ജീവിതവും വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ചലിച്ചുകൊണ്ടിരിക്കുന്നു. ചലിക്കാത്ത അവസ്ഥ, നിശ്ചലത മരണത്തിന്റെ ലക്ഷണമാണ്. ചലിക്കാതിരിക്കുന്നത് അപകടകരമാണ്. മനുഷ്യ ജീവിതവും ഓരോ ദിവസവും രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു. ഓരോ വ്യക്തിയെയും രൂപാന്തരത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് നമ്മെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്നത്. ഓരോ ദിവസവും നമ്മെ ചലിപ്പിക്കുന്നത്, ഓരോ ദിവസവും നമ്മെ നടത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ആദിമസഭ പരിശുദ്ധാത്മാവിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇന്നത്തെ ചിന്താവിഷയവും ഒരു പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവേ വന്ന് സകല സൃഷ്ടിയെയും രൂപാന്തരപ്പെടുത്തണമേ. ഇത് ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. ഇത് ദിനംതോറും നമ്മുടെ പ്രാർത്ഥനയായി ഇത് മാറണം. കാരണം ഈ ലോകത്തിൽ ധാരാളം വെല്ലുവിളികളും പ്രതികൂലങ്ങളും നേരിടുമ്പോൾ രൂപാന്തരത്തോടെ പുതുശക്തിയോടെ ജീവിക്കേണ്ടുന്നത് ആവശ്യമാണ്. ദൈവിക ശക്തി ഈ ദുഷ്ടകരമായ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് ആവശ്യമാണ്. പ്രതികൂലങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവത്തിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കുവാനായി കഴിയണം. ഈ ലോക്ക്ഡൗൺ കാലഘട്ടം രൂപാന്തരത്തിന്റെ കാലഘട്ടമായി മാറണം. നമ്മുടെ ജീവിതം പുതുക്കപ്പെടണം. പിതാവായ ദൈവം യെഹെസ്കേൽ പ്രവാചകനിലൂടെ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 24 തുടങ്ങിയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ പ്രവാചകൻ നമ്മോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. അശുദ്ധി നിറഞ്ഞ ഹൃദയം മാറ്റി, അഴുക്ക് നിറഞ്ഞ ഹൃദയം മാറ്റി ശുദ്ധിയുള്ള ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. അശുദ്ധിയുടെ ആത്മാവിനെ മാറ്റി വിശുദ്ധിയുടെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് ദൈവം തരും. കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നീക്കി മാംസലമായ ഹൃദയം തരും. അരിവില്ലാത്ത ഹൃദയം, ചതിവുള്ള ഹൃദയം, വഞ്ചനയുള്ള ഹൃദയം, ഇതൊക്കെ മാറ്റി മാംസലമായ സ്നേഹമുള്ള ഒരു ഹൃദയം ദൈവം നമുക്ക് തരും. ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം അയക്കും. അവർ ദൈവത്തിന്റെ കൽപ്പനകളിൽ നടക്കും. ഒരു പുതിയ രൂപാന്തരത്തെയാണ് ഇവിടെ പ്രവാചകനിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്. പുതിയൊരു ഹൃദയം, പുതിയ ഒരു ആത്മാവ്, കല്ലായുള്ള ഹൃദയത്തെ മാറ്റി മാംസലമായ ഒരു ഹൃദയം, ദൈവത്തിന്റെ കൽപ്പനകളിൽ നടക്കുവാനുള്ള ഭാഗ്യകരമായ ഒരവസരം. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം. ആദിമസഭ ഒരുമിച്ച് കൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ പുതിയൊരു ആത്മാവിനെ സർവശക്തനായ ദൈവം അവർക്ക് നൽകി. എന്തിനു വേണ്ടിയാണ് ഈ ആത്മാവിനെ നാം പ്രാപിക്കേണ്ടത്? പരിശുദ്ധാത്മാവ് നമ്മെ നിരന്തരം രൂപാന്തരപ്പെടുത്തും. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നു നമുക്ക് ഓരോ ദിവസവും മാറ്റമുണ്ടാകും. സസ്യങ്ങൾക്ക് മാറ്റമുള്ളതുപോലെ മനുഷ്യന്റെ ജീവിതത്തിൽ, മനുഷ്യന്റെ സ്വഭാവത്തിൽ, മനുഷ്യന്റെ പ്രവൃത്തിയിലൊക്കെയും മാറ്റമുണ്ടാകും. ഈ പരിശുദ്ധാത്മാവിനെ വളരെ പ്രാധാന്യത്തോടുകൂടെയാണ് വേദപുസ്തകം ചിത്രീകരിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് എന്ന പദത്തിനെ കാദോർ റൂഹ് എന്നാണ് എബ്രായ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ 378 പ്രാവശ്യം ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവുന്നതിനെ പ്നൂമ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 379 പ്രാവശ്യം ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്.
അങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി 800-ലധികം പ്രാവശ്യം പരിശുദ്ധാത്മാവെന്ന പദം, പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ എല്ലാവരെയും യേശു മാടി വിളിക്കുകയാണ്. ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുത്ത് വരട്ടെ. ഈ ആത്മാവിന് വേണ്ടി ദാഹിക്കുന്നവർ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ മുട്ടുമടക്കണം. പുതിയൊരു ഹൃദയത്തിന് വേണ്ടി, പുതിയൊരു ആത്മാവിന് വേണ്ടി, പുതിയൊരു ശക്തിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവനദികൾ ഒഴുകും. കർത്താവിന്റെ സന്നിധിയിലേക്ക് വരട്ടെ. ആരെല്ലാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നുവോ, ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, അവരുടെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ദിവസം ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന ദിവസമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകണം. ഇന്ന് പല ക്രിസ്ത്യാനികളുടെ ജീവിതാവസ്ഥ ചലനമില്ലാത്ത അവസ്ഥയാണ്, നിർജീവമായ അവസ്ഥയാണ്. എന്നാൽ ആദിമസഭയിൽ ശിഷ്യഗണങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ ഒരു പുതുക്കമുള്ളവരായി മാറി. ദൈവത്തോട് അവർ പ്രാർത്ഥിച്ചപ്പോൾ ഒരു പുതുശക്തി അവിടെ മേൽ ഇറങ്ങി വന്നു. ക്രൈസ്തവ സഭ ഈ ദിനങ്ങളിൽ ശക്തിയുള്ളതായി മാറണം. മനുഷ്യന്റെ പാപ സ്വഭാവങ്ങൾ മനുഷ്യനെ തിന്മയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ അകന്നുള്ള മനുഷ്യന്റെ ജീവിതം മനുഷ്യനെ പാപത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം മാറ്റം സംഭവിക്കണം, ഇതിനെല്ലാം രൂപാന്തരം സംഭവിക്കണം. ഇന്ന് കൊലപാതക സ്വഭാവം മനുഷ്യൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കയ്യിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന കൊലപാതക സ്വഭാവം മനുഷ്യന്റെ ജീവിതത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യനെ കൊല്ലുന്നതിൽ മടിയില്ല. മനുഷ്യനെ കൊല്ലുന്നതിന് ഒരു മടിയുമില്ല. യാക്കോബിന്റെ സഹോദരനെ ചതിക്കുന്ന സ്വഭാവം. യാക്കോബ് സഹോദരനെ ചതിച്ചു. ആ സ്വഭാവം ഇന്ന് പലരിലും പടർന്നുകൊണ്ടിരിക്കുകയാണ്. ബിലയാമിന്റെ ധനമോഹം, ധനത്തിന് വേണ്ടി എന്തും ചെയ്യുവാനുള്ള പ്രവൃത്തി ഇന്ന് പടർന്നുകൊണ്ടിരിക്കുന്നു. ശൗലിന്റെ ക്രൂര സ്വഭാവം, ആരെയും നശിപ്പിക്കുവാനുള്ള സ്വഭാവം ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്നു. ദാവീദിന്റെ പാപ സ്വഭാവം ഇന്ന് സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം ഒരു രൂപാന്തരം ഉണ്ടാകണം. ഇതെല്ലാം കൊണ്ട് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കല്ലായുള്ള ഹൃദയത്തെ മാറ്റിക്കൊണ്ട് മാംസളമായ സ്നേഹമുള്ള ഹൃദയത്തോടെ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ, രൂപാന്തരപ്പെടുവാൻ അത്രേ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെയാണ് രൂപാന്തരം സംഭവിക്കേണ്ടത്. നഷ്ടപ്പെട്ടു പോയ മനുഷ്യബന്ധങ്ങൾ പുനഃസ്ഥാപിക്കണം. പരസ്പര സ്നേഹവും ഐക്യവും പരസ്പരം കരുതുവാനുള്ളവരായി നാം മാറണം. നഷ്ടപ്പെട്ടു പോയ ദൈവിക ബന്ധം നാം പുനഃസ്ഥാപിക്കണം. ദൈവത്തിൽ നാം അകന്നുപോയി. പ്രാർത്ഥന കുറവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. വേദപുസ്തകം വായിക്കുന്നതിൽ കുറവ് സംഭവിച്ചു പോയി. ദൈവത്തിൽ നാം ദൈവിക ശുശ്രൂഷകളിൽ നാം അകന്നുപോയി. ഈ ദൈവികമായ ബന്ധത്തിൽ രൂപാന്തരം ഉണ്ടാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, എന്നെ ശക്തി നൽകണമേ, എന്റെ കുറവുകളെ അങ്ങ് ക്ഷമിക്കണമേ. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനായി കഴിയണം. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമേ സഭയെ പഠിപ്പിക്കുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. നിങ്ങൾ ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകേണ്ടവരല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിൽ അനുരൂപമാകാതെ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട്, നല്ലത് ചെയ്തുകൊണ്ട്
രൂപാന്തരത്തോടുകൂടെ നിങ്ങൾ ജീവിക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. ആദിമസഭ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ കഴിയണം. പരിശുദ്ധാത്മാവേ എന്നെ പുതുക്കണമേ, പരിശുദ്ധാത്മാവേ എന്നെ രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കും, പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കും, പരിശുദ്ധാത്മാവ് നമ്മെ പരിപോഷിക്കും. രൂപാന്തരം ഹൃദയത്തിലാണ് സംഭവിക്കേണ്ടത്. മനുഷ്യന്റെ രൂപാന്തരം മനുഷ്യ ഹൃദയങ്ങളിലാണ് സംഭവിക്കേണ്ടത്. ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹൃദയത്തെ കഴുകുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ യാഗമായ കർത്താവ്, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അവസാന തുതി രക്തം വരെയും കാൽവരിയിലൂടെ നമുക്ക് നൽകി. എന്തിനു വേണ്ടി? നമ്മെ ശുദ്ധീകരിക്കുവാൻ, നമ്മെ കഴുകുവാൻ. യേശുവിന്റെ രക്തം സകല പാവവും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, ഒരു പുതുക്കത്തോടെ പുതുശക്തിയോടുകൂടെ നമുക്ക് ജീവിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് നമ്മെ പുതുക്കും, പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കും. അവൻ സകല സത്യത്തിലും നമ്മെ വഴി നടത്തും. ആദിമസഭ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ഒരു പുതുക്കത്തോടെ രൂപാന്തരത്തോടെ നമുക്ക് ജീവിക്കാം. അതിനായി ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഇവരെ സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. അമിതബലം തരേ ആധീരം അമിതബലം തരേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടത്തെ കർത്താവേ അറിയുന്നു അവിടത്തെ കർത്താവേ അറിയുന്നു പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നീക്കി മാംസമായ ഹൃദയം തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. ഓരോ ദിനവും ഞങ്ങളെ പുതുക്കുന്ന, ഓരോ ദിനവും ഞങ്ങളെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അങ്ങേ അറിയുവാനും അങ്ങേ ആരാധിക്കുവാനും അവിടുന്ന് ലഭിക്കുന്ന രൂപാന്തരത്തിലൂടെ ജീവിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളാവുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ പാദാന്തരത്തിൽ മുട്ടുമടക്കുവാൻ, ആരാധനായ ദൈവമേ ഒരിക്കൽ കൂടെ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങേ ആരാധിക്കുവാൻ ഒരാലയം ദൈവം നൽകിയതുകൊണ്ട് സ്തോത്രം. ഈ ആലയത്തിലൂടെ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൂട്ടായ്മകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു.
ഇവിടെ കടന്നു വരുന്ന ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. ആരെല്ലാം സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ മേൽ അവിടുത്തെ ആത്മാവിനെ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കുന്ന ആത്മാവ്, ഞങ്ങളെ ബലപ്പെടുത്തുന്ന ആത്മാവ്, അനുദിനം ഞങ്ങളെ വഴി നടത്തുന്ന ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങ് പകരണമേ. ആദിമസഭയിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന വിനയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദിവസവും ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കായ സ്തോത്രം. പാടുവാനും പ്രാർത്ഥിപ്പാനും അവിടുത്തെ വചനത്തിന്റെ കീഴിൽ അമർന്നിരിപ്പാൻ ദൈവമേ അങ്ങ് ഒരുക്കിയ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളെ ശ്രമിക്കുന്ന ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ മക്കൾ ദൈവസന്നിധിയിൽ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു, അവരുടെ ജീവിതത്തിൽ അത് നന്മയായി അനുഗ്രഹമായി തീരുവാൻ ദൈവമേ സഹായിക്കണമേ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അങ്ങ് രക്ഷിക്കുന്ന ദൈവമാണല്ലോ. ഹൃദയ നുറുക്കത്തോടും ഭാരത്തോടും കൂടെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും അടികൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഉയരുന്ന പ്രാർത്ഥന അവിടെ ജീവിതത്തിൽ നന്മയായി അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഈ എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ അവരുടെ സകല കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ കഷ്ടതയുടെ മധ്യത്തിൽ പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് ദൈവം നൽകുന്ന ശക്തിക്കായി സ്തോത്രം. ദൈവമേ, ഈ ലോക്ക്ഡൌൺ കാലയളവിൽ ഞങ്ങൾക്ക് പ്രകാരം അങ്ങ് ആരാധിക്കുവാൻ ദൈവം ഒരുക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. രൂപാന്തരത്തിന്റെ ഒരു കാലഘട്ടമായി കൂടുതൽ ദൈവത്തോട് അടുക്കുവാനുള്ള സമയമാക്കി ദൈവം ഞങ്ങൾക്ക് നൽകുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഈ മാധ്യമത്തിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്ന എല്ലാവരെയും, എല്ലാ കുടുംബങ്ങളെയും ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളിൽ പലരും പലവിധമായ രോഗങ്ങളാൽ ഭാരപ്പെട്ട് ഭവനങ്ങളിലും ആശുപത്രികളിലുമായിരിക്കുന്നപ്പ ഓരോ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ കൃപ അവരുടെ മേലങ്ങ് പകരണമേ. സൗഖ്യമാക്കുന്ന അങ്ങയുടെ പരിശുദ്ധമായ കരം അങ്ങയുടെ മക്കളുടെ മേലങ്ങ് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ലഭ്യമാകുന്ന ചികിത്സകളെല്ലാം ഫലപ്രദമായി തീരുവാൻ കർത്താവേ, അവർ കഴിക്കുന്ന മരുന്നുകൾ ഇലായതിലെ തൈലമായി മാറുവാൻ, രക്തമായത് മാറുവാൻ യേശുവേ അങ്ങ് സഹായിക്കണമേ എന്ന് വിനയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ അങ്ങ് സ്തുതിപ്പാൻ അങ്ങയുടെ മക്കളെ ദൈവം സഹായിക്കണമേ. പലവിധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, COVID-19 എന്ന മാരകമായ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ രാജ്യത്തുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അയൽ രാജ്യങ്ങളിൽ കർത്താവേ, മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് വേദനയോടും ഭാരത്തോടുമായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവ് എല്ലാവർക്കും സൗഖ്യമുണ്ടാകുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആതുര സേവന രംഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവകൃപയും ദൈവിക അനുഗ്രഹവും അവരുടെ മേലങ്ങ് പകരണമേ. ദൈവിക ശക്തിയോടുകൂടെ അവരുടെ ശുശ്രൂഷകൾ നിർവഹിപ്പാൻ എന്റെ ദൈവമേ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വ്യാധിയിൽ നിന്നും പൂർണ്ണമായൊരു വിടുതൽ ഞങ്ങൾക്കുണ്ടാകുവാൻ ദൈവമേ, രോഗം പൂർണ്ണമായി ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് അയൽ രാജ്യത്ത് നിന്ന് മാറുവാൻ ദൈവം സഹായിക്കണമേ. ശാശ്വതമായ ഒരു പരിഹാരം ദൈവം നൽകണമപ്പ. ഈ ലോക്ക്ഡൌൺ പൂർണ്ണമായി മാറുവാൻ, സ്വതന്ത്രമായി ഞങ്ങൾക്ക് അങ്ങ് ആരാധിപ്പാൻ കർത്താവേ അവിടുന്ന് കൃപ നൽകണമേ. ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗങ്ങൾ വിട്ടുതിരിയുമെങ്കിൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് കേട്ടവരെ അനുഗ്രഹിക്കുമെന്ന് അനിശ്ചിതപ്പ. ജനം പാപത്തെ ഉപേക്ഷിക്കുവാൻ, അഹങ്കാരം ഉപേക്ഷിക്കുവാൻ, ദൈവത്തിലേക്ക് നാളുകളിൽ മടങ്ങി വരുവാൻ കരുണയുള്ള ദൈവമേ അവിടുന്ന് സഹായിക്കണമെന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണം. ഞങ്ങൾ വസിക്കുന്ന പ്രദേശത്ത് ദൈവം അനുഗ്രഹിക്കണം. ഒരു പകർച്ചവ്യാധിയോ ഒരു പ്രതികൂലങ്ങളും കൂടാതെ ദൈവമേ അങ്ങ് കാത്തുകൊള്ളണമേ. മഴ ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് മുഖാന്തരം ഒരു ദോഷം ആർക്കും ഉണ്ടാകാതെ വണ്ണം ദൈവമേ അങ്ങ് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ വസിക്കുന്ന പ്രദേശം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവമേ, പാപികൾ മാനസാന്തരത്തിലേക്ക് വരുവാൻ, പിന്മാറ്റക്കാർ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ അവിടെ സഹായിക്കണമേ. കർത്താവേ, പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമേ.
കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ഞങ്ങളുടെ മക്കളെ ദൈവം നടത്തിയ കൃപയ്ക്കായി സ്തോത്രം. ഈ പുതിയ അധ്യയന വർഷം എല്ലാ കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹമായി തീരുവാൻ, സമൃദ്ധിയുടെ നന്മയുടെ വർഷമായി ഭവിക്കുവാൻ എന്റെ ദൈവമേ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുവതി യുവാക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. സഭയുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. ഉപജീവന മാർഗങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, ദാരിദ്ര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ. ഒരു നന്മയ്ക്ക് മുടക്കം വരാതെ വണ്ണം എന്റെ ദൈവം കാത്തൂരണമേ. ബാലസംഘങ്ങളിൽ ഇട്ടാലും ദൈവത്തെ അന്വേഷിക്കുന്ന മക്കൾക്ക് ഒരു നന്മയ്ക്ക് മുടക്കം വരുത്തുകയില്ലപ്പ. നന്മകൾക്കൊന്നും മുടക്കം വരാതെ ഓരോ മക്കളെ ദൈവം കാത്തൂരണമേ. കർത്താവെ ഞങ്ങളുടെ സഭയുടെ ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിക്കണം. സഭയുടെ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരു പുതിയ ആഴ്ചയിലേക്ക്, ഒരു പുതിയ മാസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ് അപ്പ. ഓരോ ദിവസവും ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടുത്തെ ഹിതമനുസരണം ഭംഗിയായി ചെയ്യുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. കർത്താവെ രോഗങ്ങളോ ഭാരങ്ങളോ ഒരു പ്രതികൂലങ്ങളോ പകർച്ചവ്യാധിയൊന്നും കൂടാതെ ഞങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവം കാത്തുകൊള്ളണമേ. തിരുവാലയത്തിൽ ഞങ്ങൾ മടങ്ങി വരുവോളും അവിടുത്തെ ചെറുകിന്റെ മറവിൽ തന്നെ ആയിരിക്കാൻ ദൈവമേ സഹായിക്കണമേ. കർത്താവെ ഈ ദിവസം ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകൾക്കായി സ്തോത്രം. തുടർന്ന് ദിവ്യമാകുന്ന അനുഗ്രഹം പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണയും ഞങ്ങളോട് കൂടിയിരിക്കണമേ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നടത്തണപ്പ. മാംസലമായിരുന്നത് ഞങ്ങൾക്ക് നൽകണമേ. സ്ഥിരമായ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണപ്പ. അവിടുത്തെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സകലരുടെ പേര് അവിടുത്തെ ആത്മാവിനെ നൽകി അനുഗ്രഹിക്കണമേ. ക്രിസ്തു മുഖാന്തരം വിനയത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം. പ്രിയ പിതാവേ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തുരക്ഷിക്കട്ടെ. കർത്താവ് നിന്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കരുണ ചെയ്യട്ടെ. പിതാവ് പുത്ര പരിശുദ്ധാത്മാവാത്രിയേ ദൈവത്തിന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.